മൈൻക്രാഫ്റ്റിന്റെ അടുത്ത വീഡിയോ ആയി നമ്മളിപ്പോ ക്രേസികൾ മാത്രമേ ഉള്ളൂ. വീട് പണിയാണ്, മുകളിലോട്ട് പണിയണം. രണ്ടാമത്തെ നില പണിഞ്ഞു. എനിക്ക് ലോഡാവുന്നുള്ളൂ ഗൈസ്. മൂന്നാമത്തെ നില പണിയണം. എനിക്ക് മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ബ്രൈറ്റ്നസ് കൂട്ടണം. എനിക്ക് പറ്റൂല, അത് മൈൻക്രാഫ്റ്റിനുള്ള പ്രോബ്ലം ഉണ്ട്. ഇതാണ് സ്ട്രിപ്പ് ചെയ്ത് വെച്ചേക്കുന്നേ. അത് ഞാനാ പ്രാന്തി. അത് ഞാൻ മരത്തിന്റെ അല്ലേ സ്ട്രിപ്പ് ചെയ്ത് വെച്ചത്. ഇവിടെ പമ്പിനൊക്കെ ഉണ്ടായിരുന്നു. അത് എടുക്കണേ സ്ട്രിപ്പ് ചെയ്തത്. അത് നമുക്ക് ആവശ്യം വരും. അത് ഈ മരം സ്ട്രിപ്പ് ചെയ്താൽ മതി അല്ലേ? എനിക്കൊരു ആക്ട് ഉണ്ടാക്കണം. എനിക്കും ഉണ്ടാക്കിയേക്കൊന്നു. ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവും ഗൈസ്. വൈഫൈ പ്രോബ്ലം വരും. എന്തൊക്കെയോ വീഴുന്നു മരത്തിന്റെ മുകളിൽ. എന്തൊക്കെയോ ക്രീപ്പി വോയിസ് കേൾക്കായിരുന്നു. ഹീറോ ബ്രെയിൻ വന്നതിന് നമുക്ക് പേടിയുണ്ടോ? ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞേ. ആണോ ഇത് കുഞ്ഞിയുടെ പരിപാടിയാ? ഈ ഇതല്ലേ ഞാൻ സെറ്റ് ചെയ്തത്. ഇതിന്റെ അടിഭാഗം എന്ത് ഗെയിമർ ടീ കൊണ്ടുപോയി സെറ്റിട്ട്. കുഞ്ഞിയുടെ വീട്ടിൽ നോക്കിയാലോ? കിട്ടില്ല. ഈ സ്പൂൺ ഇപ്പോഴൊന്നും ആവില്ല. ഫാമൊക്കെ എന്തായാവോ? ബോട്ട് അവിടെ ആരോ വെച്ചിട്ടുണ്ട്. സോംബിയൊക്കെ എഴുതി കൊണ്ടുപോയി. വില്ലേജർ ഫാമൊക്കെ നമുക്ക് ഉണ്ടാക്കണം. ഇനി നമുക്ക് നമുക്ക് വില്ലേജിൽ പോയിട്ട് വില്ലേജറിനെ കൊടുത്തിട്ട് മറ്റേ അയൺ ഫാം ഉണ്ടാക്കണം. നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം. അതാ പ്രശ്നം. അയൺ ഫാമില്ലാതെ നടക്കൂല. അയണാണ് ഇപ്പോൾ ഏറ്റവും വേണ്ടത്. ഡയമണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അയൺ കിട്ടണം. കാരണം ഡയമണ്ട് കുഴിക്കണമെങ്കിൽ അയൺ വേണം. മറ്റേ ഫുഡുണ്ടോ നിൻ്റെ കയ്യിൽ? എന്നാൽ വീട് പണി വേഗം തീർക്കാം. ഈ വീട് പണി നിന്നതിനുണ്ടല്ലോ. ഇതാണ് നമ്മുടെ കൊട്ടാരം. കൊട്ടാരത്തിൽ കണ്ണനെ കയറി കൂനിയ പോലെ എവിടെ താർസ് പോലെ കൂനാന്ന് പറയുമ്പോ അത് വേണ്ട. അല്ല, നമുക്ക് അതിന്റെ മുകളിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ ലൈനിങ് റോഡോ ലൈറ്റോ വന്ന് കിടക്കുന്നത് നാളെ ചർച്ച ചെയ്യാം. എന്നാലും ഈ വീട് തന്നെ പൊളിക്കൂല കേട്ടോ. ഈ വീട് ഇങ്ങനെ തന്നെ ഉണ്ടാവും. കുഞ്ഞിക്ക് ഇതാ ഗൈസ്. എനിക്ക് ഈ മ്യൂസിക് പറ്റുന്നില്ല ഗൈസ്. എന്തോ ഒരു പേടി വരും ഗൈസ്. നിങ്ങൾക്ക് ഹൊറർ ഗെയിംസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഹൊറർ ഗെയിംസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. നല്ല ഗെയിം സജസ്റ്റ് ചെയ്യുക. അതായത് പ്ലേ സ്റ്റോറിലുള്ളത്. PC ഇല്ല, വിൻഡോസ് അല്ല ഗൈസ്. മറ്റേ ഫുഡ് എടുത്തിട്ട് പോവാ. ചാവും. ക്രീപ്പർ കുഞ്ഞിനെ വീണ്ട് അവിടെ. ഇത് നോക്കി. മറ്റേ ഫുഡ് എടുത്തോണ്ട് പോവാ വേഗം. എൻ്റെ ഇല്ല, എൻ്റെ ഉള്ളതൊക്കെ മറ്റേ നമുക്ക് ഇവിടെ ഒരു കുളം ഉണ്ടാക്കണം. സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത്
മുകളിലേ അറ്റാക്ക് ഉണ്ടാവാതിരിക്കാൻ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് മറ്റേ ഫയറൊക്കെ വരുന്ന പോലെ ഫെൻസല്ല, ഏറ്റവും മുകളിൽ ടെറസിൽ ഫയർ ബോളൊക്കെ വെച്ച് സെറ്റാക്കാം. ഫയർ ബോള് സ്നോ ബോളോ അതല്ലേ സംഭവം. ഷിയർ അയണില്ല. ഇനി അയൺ ഫാം ഉണ്ടാക്കണം. അവിടുന്ന് മറ്റേ വില്ലേജറിനെ കൊടുന്ന് സെറ്റാക്കണം. അത് ഇനി പിന്നെയാവും, ഇപ്പോഴല്ല, ഇപ്പം പറ്റൂല. അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയില്ല ബെഡ് റൊക്കേഷനിൽ എങ്ങനെ ഉണ്ടാക്കണേ, അപ്പോൾ അത് നോക്കണം. ബെഡ് റൊക്കേഷൻ അവിടെ ഒരു ഇത് വേണം, നോർമൽ പ്ലാങ്ക്. നോർമൽ ഇത് വുഡ് പ്ലാങ്ക് എന്നൊക്കെ റൗച്ച് ചെയ്തുവോ അല്ലെങ്കിൽ വീഴും. അല്ലെങ്കിൽ ഇറങ്ങാൻ തന്നെയായി. ആ എനിക്ക് ഐഡിയ ഉണ്ട്. വാട്ടർ ഇല്ല. ഹെൽത്ത് ഇല്ല. ഫുഡ് ഉണ്ടോ നിന്റെ കയ്യില്? അതെങ്കിൽ തിന്നില്ല. ലാസ്റ്റത്തെ ഫുഡാണത്. ഞങ്ങൾക്ക് ഫുഡില്ല. അയൺ ഫാം ഉണ്ടാക്കണം. അല്ല നമ്മൾ ഇപ്പോഴല്ല, ബെഡ് റോക്ക് നമുക്ക് അറിയത്തില്ല. ബെഡ് റോക്ക് എനിക്ക് ജാവയിൽ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ജാവയിൽ ഉണ്ടാക്കിയത് ബെഡ് റോക്കിൽ വർക്കാവില്ല. വർക്കാവില്ലല്ലോ. ജാവയിൽ ഉണ്ടാക്കിയ പോലെ മറ്റേ അയൺ ഫാം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. മറ്റേത് ഉണ്ടാക്കണം, ടവർ പോലെ സെറ്റ് ചെയ്തിട്ട് മറ്റേ കോബിൾ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട്. അത് ക്രീപ്പർ ഫാമാണ്. അതാണ് ഞാൻ നോക്കണതേ. ഞാൻ വെച്ചോളാം. അത് വെട്ടിയോ നീ അങ്ങോട്ടേ കയറി പോന്നേ. ഉണ്ണിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, മാരകമായ എന്തോ രോഗം. ഞാനും തഴുവണ്. സ്റ്റെപ്പ് പണിയണം മുകളിലോട്ട്, എന്നിട്ട് അവിടെ ടർസാക്കാം. അവിടെ എന്താ പണിയാനാ? അവിടെ ഇനി മുകളിലോട്ട് നിലയോ? പക്ഷെ നമുക്ക് അവിടെ കുറച്ച് അറ്റാക്കിനുള്ള സാധനങ്ങൾ വെക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോറേജ് സ്പേസ് ആക്കാം. അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ്. ഓക്കെ, പക്ഷെ ഞാൻ സ്റ്റെപ്പ് പണിയുണ്ട് അവിടെ. ലാഡർ വേണ്ട, സ്റ്റെപ്പ് ലാഡർ മതി. ലാഡർ ഉണ്ടാക്കാൻ സ്റ്റിക്കല്ലേ വേണ്ടേ? ഒരു മിനിറ്റ്, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? ഞാൻ ഉണ്ടാക്കിക്കോളാം. എൻ്റെ വുഡ് ഉണ്ട് ഏറ്റവും താഴെ. എവിടെ ഉണ്ട്? ഞാൻ ഉണ്ടാക്കിക്കോളാം. ഈ പണിഞ്ഞോ. എത്ര സ്റ്റെപ്പ് വേണം? ഇത് എത്ര വേണം? 12 കിട്ടും എൻ്റെ വുഡില്. എവിടെ എങ്ങോട്ടാ സെറ്റ് ചെയ്യണ്ടേ? ലാൻഡുകൾ ഉണ്ടാക്കാൻ എന്താ ചെയ്യോ? കോഴികൾ കോഴിയാകുന്നു. എന്റെ ആക്സ് ഉണ്ട്. ലാവ പൂൾ ഉണ്ട് ഇവിടെ കേട്ടോ. നമുക്ക് എളുപ്പമായി. മറ്റേ അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ ലാവ പൂള് കണ്ടേ? ലാവ പൂള്. പതുക്കെ സംസാരിക്കുന്നത് കൊണ്ട് കേൾക്കാൻ പറ്റില്ല. മൈക്ക് വേണ്ടി വരും. വുഡ് ഉണ്ടോ നിന്റെ? എൻ്റെ വുഡ് കഴിഞ്ഞു. ചോറ് എന്തെങ്കിലും എടുത്തിട്ട് ഒന്നും ഉണ്ടാവില്ല ഇവിടെ. ഇല്ല, നമ്മളെ ഊറ്റി കൊടുന്നില്ലേ. സീഡ്സ് ഉണ്ട് ഇവിടെ. ബീറ്റ്റൂട്ട് ഉണ്ട്, 9 എണ്ണം ഉണ്ട്. ചെസ്റ്റിലുണ്ട്. മൊത്തം ഞാൻ
എനിക്ക് ഫുഡില്ല, എവിടെ നിന്ന് കിട്ടും? ഞാനെന്നാ മൊത്തം എടുത്തിട്ട് നിനക്ക് തരാം. ഇവിടെയൊക്കെ വെട്ടം കുറവാണ്. ഇവിടുത്തെ ആരോ നീ എവിടെയാ? നീ എവിടെയാ പശു? നീ എന്തിയാ? നീ എവിടെയാ? ഞാൻ വില്ലേജിലാ. വില്ലേജിലെത്തിയോ? ഞാൻ അങ്ങോട്ട് വരണോ? വരാം. ബാരലോ? മറ്റിതെടുത്തോട്ടോ, മറ്റേ വില്ലേജറിനെ മറ്റിത് ഇതാക്കാൻ പറ്റില്ല. കമ്പോസ്റ്റ് അല്ലല്ലോ, എന്താ പറയുന്നത്, മറ്റേ എല്ലും കൊണ്ട്. അതിനെന്താ പറയുന്നേ? എടി വളമില്ലേ? എടി 4 എമറാൾഡ് കിട്ടി. ഇടി മറ്റേ വളമില്ലേ, മറ്റേ ഇതിനുള്ള കമ്പോസ്റ്ററാണോ? ഈ സാധനത്തിലൊരു മറ്റേ ഫാർമർ വില്ലേജറിനാക്കൂലേ, ആ സാധനത്തിൽ കുറെ എന്തൊക്കെയോ വേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ഇത് കിട്ടും, ബോൺ മീൽ കിട്ടും. അതെടുക്ക്, അതെടുക്ക്, അതൊന്നും എടുക്ക്. ആവശ്യമുണ്ടോ? അതും ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ട്, ഞാൻ എടുത്തു. ഈ സാധനത്തിൽ കുറെ സാധനം കൊണ്ടിരുന്നു, കിട്ടി എനിക്ക്. നീ എവിടെയാപ്പോ? പമ്പിക്കിനെ കൊടുത്തോട്ടോ. നിന്നെ കാണാനല്ല. അയ്യോ, ഇപ്പോൾ വീണ് ചേർത്താൻ ഇവന്മാര് ഈ കുഴി കോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട്. എമറാൾഡ് കിട്ടിയോ? ട്രേഡ് ചെയ്യാം. 4 കിട്ടി. ട്രേഡ് ചെയ്യണോ? ഇവിടെ ചിലപ്പോൾ ഡയമണ്ടിന്റെ മറ്റേ ഇതൊക്കെ കൊടുക്കുന്നുണ്ടാവും. ഡയമണ്ട് ആക്ഷൻ ടിക്കറ്റ്സ് ഒക്കെ മറ്റേ എമറാൾഡിന്. ഈ ചങ്ങായിയാണ് ട്രേഡ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇതുണ്ട് എൻചാൻറ്റ് ചെയ്ത സോഡ് 8 തോട്ട 4 ആകെ. കോള് കൊടുത്ത എമറാൾഡ് കിട്ടും. 15 കോള് വെറുതെ കോള് തിരിച്ചു. ഇവനെ ബ്ലോക്ക് ചെയ്തിട്ടാലോ? ഇവനൊക്കെ ബ്ലോക്ക് ചെയ്യാം. നമ്മൾ ലൂട്ട് ചെയ്യാത്ത ഒരു സ്ഥലത്ത് കിട്ടിയ കമ്പോസ്റ്റർ കിട്ടോ? എടി ഇങ്ങോട്ട് വേണം. അയ്യോ, ഞാൻ അവനെ തല്ലി വിട്ട്. പോണേ പോ. നമുക്ക് വരെ കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരണം? റെയിലുണ്ട്. ബോട്ടിൽ കൊണ്ടുവന്നാൽ മതി. ബോട്ട് പക്ഷെ ഓടിക്കാൻ വന്നിട്ട് മറ്റേ ഇതിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? കമ്പോസ്റ്റർ ചൂണ്ട വെച്ച് കൊണ്ടുവന്നാലോ? ചൂണ്ട വെച്ച് അടിച്ച് അടുത്ത് വാ, പറഞ്ഞാൽ മതി. ഇതില്ല. വീട്ടിൽ പോവാം. കിട്ടോ? നിനക്ക് ഫുഡ് വേണ്ടേ? വാ, എൻ്റെ അടുത്തേക്ക് വാ. അയ്യോ, എൻ്റെ ഫുഡും പോയി. എടാ, നിനക്ക് വേണ്ടേ? എനിക്ക് സ്ഥലമില്ല. എടുക്കാ, വേഗം എടുക്ക ഫുഡ്. വാ, വീട്ടിലോട്ട് പോ. എനിക്കൊരു വൂൾഫിനെ പെറ്റാക്കണമെന്നുണ്ട്. അതിനെന്തോ കൊടുക്കണ്ടേ? എല്ലല്ലേ എടുക്കാൻ നമ്മുടെ എൻ്റെ പിന്നാലെ വന്നായി. എനിക്ക് ഞാൻ മറ്റേ അടയാളം വെച്ചുള്ളതുകൊണ്ട് എനിക്ക് കാണാം. എൻ്റെ പിന്നാലെ ഒന്നില്ലേ? ഇഗ്ലൊക്കെ ഫാം തുടങ്ങണം ഈ പശുവിനെ വെച്ചിട്ട്. നമ്മുടെ വീട് കണ്ടിട്ട് ചിരി വരുന്നു. ഇങ്ങനെ കണ്ടിട്ട് നോക്കി. ഞാൻ തുറന്നപ്പത് അറിയുന്നു. താഴെയാടാ കടക്കണ്ടേ?
അപ്പോൾ പണി മറ്റേ വീട് പണിയാം. നീ വാടി ഫുഡ് പക്ഷെ ഇത് ഹങ്കർ ചെയ്യാൻ പോകുന്നുണ്ട്. ടോർച്ചൊക്കെ ഉണ്ടാക്കി വെച്ചത് കുഞ്ഞി കൊണ്ടുപോയി. കോളാണെങ്കിലും അതില്ല. നഷ്ടം മാത്രം. ലാൻഡാണ് ഉണ്ടാക്കാൻ നോക്കാൻ പറ്റില്ലല്ലോ, സാധനം വേണ്ടതിൻ്റെ. ലാൻഡാണ് നഗറ്റ്സ്, ഒരു ടോർച്ചും നഗറ്റ്സും വേണം. യൂസ് ചെയ്തോ നല്ല. അല്ലെ മറ്റേ അയണാക്കാൻ പറ്റുമോ? പറ്റൂലേ? എത്രണ്ണം ഉണ്ട്? ഒന്ന് എടുക്കാനൊന്നും എൻ്റെ 2 കമ്പോസ്റ്റർ. എൻ്റെ അയണിങ് കണ്ടില്ല. ഇങ്ങോട്ട് കിട്ടാം. ഇത് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് വില്ലേജറിനെ കൊടുത്താലോ ഇവിടെ ഫാമിൽ. കവറൊക്കെ എടുത്ത് കൊടുക്കുകയും മറ്റേ നമുക്ക് ഈ മറ്റേ മരം നടാനുള്ള സാധനം കിട്ടൂലേ, അതൊക്കെ ഇട്ട് കൊടുത്തായി. സാപ്ലിങ് ഇല്ലേ? സാപ്ലിങ് ഉണ്ടോ? സാപ്ലിങ് സീഡൊക്കെ ഇട്ട് കൊടുത്തായി. സാപ്ലിങ് പറയുന്നുണ്ടോ? ഇത് ആവശ്യമുള്ളതാണോ കരിമ്പ്? കരിമ്പല്ലേ ഇത്? ഷുഗർ കെയിൻ. കരിമ്പ് ഷുഗർ കെയിനാണല്ലോ. ആ ഈ സാധനത്തില് സാപ്ലിങ് ഒക്കെ ഇട്ട് കൊടുത്തായി. സാപ്ലിങ് അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല, ഡ്രോപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ നിറയ്ക്കണം. അത് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് കിട്ടും. ഒരു ഇത് കിട്ടും. 1 2 കിട്ടും. ഒരെണ്ണം ഫാമിലും ഉണ്ടാക്കിയ. ഫാം എക്സ്റ്റെൻഡ് ചെയ്യണമല്ലോ. അടിയിൽ എക്സ്റ്റെൻഡ് ചെയ്തതുണ്ടല്ലോ. ചെയ്തു. ഹലോ, അതില്ല. അത് നിന്നോട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ നീ വന്നു. എനിക്ക് ഞാനാ ഇല്ല. ബ്രെഡ് കിട്ടിയോ? പീറ്റ് നമുക്ക് വലിയ ഫാം. ഞാനൊരു മലയാളി എന്നും മണ്ണിന് കൂത്താടി. സമയം എന്തായി? Guys, thank you for watching.